Hello friends, I hope you guys are doing great and I know that you guys are so excited because World Cup ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ഉഷാറിലായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ യു ഹാവ് ടു പ്രിപ്പയർ ഫോർ യുവർ എക്സാംസ്. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ചലനവും ചലന നിയമങ്ങളും, ലോസ് ഓഫ് മോഷൻ. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഒരു മോഷൻ ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഒരു ചലനം ഉണ്ടാകുന്നത്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ചലനം ഉണ്ടാകുന്നത് അല്ലേ. അപ്പം എന്ത് തരത്തിലുള്ള ഫോഴ്സാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ഫോഴ്സ് യു ഹാവ് ടു ഗിവ് ടു ദാറ്റ് ഒബ്ജക്റ്റ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. റൈറ്റ്, സോ ഹിയർ ആസ് യു ക്യാൻ സീ ദ പിക്ചർ, ഇവിടെ രണ്ടാൾക്കാർ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഒരാൾ എക്സ് ഡയറക്ഷനിലേക്കും ഒരാൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കും പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഈ ഒബ്ജക്റ്റിന് എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടായിരിക്കും? രണ്ടാളും ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആയിരിക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ പെന്നിൻ്റെ മുകളിൽ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒബ്ജക്റ്റിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. ഇത് അവിടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ആദ്യം വെച്ച അതേ പൊസിഷനിൽ തന്നെ അത് നിൽക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഞാൻ രണ്ട് ഡയറക്ഷനിലും കൊടുത്ത ഫോഴ്സ് എന്താണ്? ഈക്വൽ ആയിരിക്കും. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ. ഓക്കെ, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കാണാം, ദ സെക്കൻഡ് പിക്ചർ, ഇവിടെ രണ്ടാൾക്കാർ ആം റെസ്ലിംഗ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പം ഇവിടെ ആദ്യം കാണുന്നത് എന്താണ്? രണ്ടാൾക്കാർ ഈക്വൽ ഫോഴ്സ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതാണെന്ത്, ഇവിടെ ആരും ജയിച്ചതായിട്ടൊന്നും കാണിക്കുന്നില്ല. ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? രണ്ടാൾക്കാരും കൊടുക്കുന്നത്. പക്ഷേ ഇൻ ദ നെക്സ്റ്റ് പിക്ചർ ആസ് യു ക്യാൻ സീ, ഒരാൾ ജയിച്ചു. വിച്ച് മീൻസ് വാട്ട്? അയാൾ ജയിച്ച ആൾ കൂടുതൽ ഫോഴ്സ് ആ ഡയറക്ഷനിൽ കൊടുത്തുകൊണ്ടായിരിക്കും എന്ത് സംഭവിച്ചത്? അയാൾ ജയിച്ചത്. അപ്പം ഏത് ഭാഗത്തേക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏത് സൈഡിലേക്കാണ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുക? ഏത് ഭാഗത്തേക്കാണോ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുന്നത്, കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത്, ഓക്കെ, ആ ഭാഗത്തേക്കാണ് എന്തുണ്ടാവുക? മോഷൻ ഉണ്ടാവുക. അപ്പം ഒരു ബാലൻസ്ഡ് ഫോഴ്സിന് മോഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ രണ്ടുപേരും ഈക്വൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല. വിച്ച് മീൻസ് അതൊരു ബാലൻസ്ഡ് ഫോഴ്സ് ആണ്, സന്തുലിത ബലമാണ്. ഓക്കെ, ബട്ട് ഇൻ ദിസ് കേസ് ഒരാൾ ജയിച്ചു. വിച്ച് മീൻസ് എന്താണ്? അയാൾ ആ ഭാഗത്തേക്ക് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഫോഴ്സ് ഏത് ഭാഗത്തേക്ക് കൂടുതൽ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകും? ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഇൻ റെസ്റ്റ് പൊസിഷൻ വി ക്യാൻ ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ടു motion state, or it's in motion state, or it's in movement, then we can change its position to rest if we are giving unbalanced force. Okay, so ബാലൻസ്ഡ് ഫോഴ്സ്, അതായത് രണ്ട് ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഫോഴ്സ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ ഇവിടെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും. പറഞ്ഞു ഈക്വൽ ഫോഴ്സ് ആണെന്ന്. അതായത് ഇവിടേക്ക് ഇപ്പം ഈ ഡയറക്ഷനിൽ ലെറ്റ്സ് സീ, ഞാൻ ഈ ഡയറക്ഷനിൽ ഞാനൊരു 15 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. ഓക്കെ, ആൻഡ് സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഞാനൊരു 15 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. അപ്പം ഇത് രണ്ടും ഈക്വൽ ഫോഴ്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു റിസൾട്ടൻറ്റ് ഫോഴ്സ് 0 ആയിരിക്കുന്നു. എന്താ സംഭവിക്കുക? ഇവിടെ ആദ്യം കൊടുത്ത ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നെക്സ്റ്റ് ഫോഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? അവിടെ ഒരു നെഗറ്റീവ് സൈൻ വേണം അല്ലേ. വിച്ച് മീൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴോ +50 + -50, what will get? You will get 0, right? So the resultant force is 0. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഫോഴ്സിന് അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. So such forces can neither move a body at rest nor stop a body in motion. അതായത് മൂവ്മെൻറ്റിലുള്ളൊരു ബോഡീനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനോ റെസ്റ്റിലുള്ളൊരു ബോഡീനെ മൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനോ എന്തിനു പറ്റില്ല? ബാലൻസ്ഡ് ഫോഴ്സിന് പറ്റില്ല. അതായത് അതിൻ്റെ റെസ്റ്റിനോ അല്ലെങ്കിൽ മോഷനോ ഒരു ചേഞ്ചും വരുത്താൻ അതിന് പറ്റില്ല. ഓക്കെ, ആൻഡ് വൺ തിങ് യു ഹാവ് ടു ബി കെയർഫുൾ, ദ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോഴ്സ് ഇസ് 0. ഒരു ബാലൻസ്ഡ് ഫോഴ്സിൽ മൂവ്മെൻറ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്തായിരിക്കും? അതിൻ്റെ ആക്സിലറേഷൻ, ത്വരണം എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ നോൺ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, നോൺ ബാലൻസ്ഡ് അല്ല, അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഇതിൻ്റെ ഓപ്പോസിറ്റ്. രണ്ട് ഡയറക്ഷനിൽ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പം അതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും? അത് 0 ആയിരിക്കില്ല. ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് is not going to be 0. But what happened in case of unbalanced force? Unbalanced force in the case il രണ്ട് ഡയറക്ഷനിലും ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കില്ല. ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണ്? അതിന് ഒരു ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ത്വരണം എന്ന് പറയുന്നത് non-0 ആയിരിക്കും. കാരണം റെസ്റ്റിലിരിക്കുന്നതിനെ ഒരു മോഷൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനും മോഷനിലിരിക്കുന്നതിനെ റെസ്റ്റിലേക്ക് കൊണ്ടുവരാനും എന്തിനു പറ്റും? അൺബാലൻസ്ഡ് ഫോഴ്സിന് പറ്റും.
അപ്പോൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് എന്തുണ്ടാക്കുന്നത്, ഒരു മോഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. അപ്പോൾ നൗ മൈ ക്വസ്റ്റ്യൻ ഈസ്, എല്ലാ അൺബാലൻസ്ഡ് ഫോഴ്സിനും മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? എല്ലാ അൺബാലൻസ്ഡ് ഫോഴ്സിനും മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, എന്താ ആൻസർ എന്നറിയോ? ആൻസർ ഇസ് നോ. ബിക്കോസ് ഓഫ് വാട്ട്? ഞാൻ പറഞ്ഞുതരാം. ലെറ്റ്സ് സീ, ഒരു കാറാന്ന് വിചാരിക്കുക. സോ ഇവിടെ ഇതിൻ്റെ അകത്തൊരാൾ ഇരുന്നുകൊണ്ട് ഈ ബോഡി പുഷ് ചെയ്യുന്നു, അതായത് ഈ ബോഡിയിൽ ഒരു ബലം പ്രയോഗിക്കുന്നു, ഈ ബോഡി തള്ളി നീക്കാൻ ശ്രമിക്കുന്നു, ഈ കാറ് മോഷൻ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ആ കാറ് നീങ്ങുമോ? ഇല്ല. കാരണം എന്താണ്? ഇപ്പം ഈ കാറ് എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെയാണ് ആരുള്ളത്? ഇയാളിരിക്കുന്നത്. അപ്പം ദ ഫോഴ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സോഴ്സ്, അതായത് ആ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സും എന്തിൻ്റെ മുകളിലാണോ ആ ഫോഴ്സ് കൊടുക്കുന്നതും അതും സെയിം സിസ്റ്റത്തിലാണ്, ഒരേ സിസ്റ്റത്തിലാണ്. ഓക്കെ, പക്ഷേ ഇയാൾ പുറത്ത് നിന്ന് കഴിയുമ്പം, ഇയാൾ പുറത്താണെങ്കിൽ എന്ത് സംഭവിക്കും? പുറത്താകുമ്പോൾ അയാൾ ആ സിസ്റ്റത്തിൽ നിന്ന് മാറി, അയാൾ എന്തായി? ഔട്ട്സൈഡ് ഓഫ് ദ സിസ്റ്റമായി. അപ്പം ഔട്ട്സൈഡ് ആണെങ്കിൽ എന്ത് പറ്റും? അയാൾക്ക് ഈ കാറിനെ തള്ളി നീക്കാൻ പറ്റും. അയാൾ കൊടുക്കുന്ന ഈ ഉള്ളിൽ നിന്ന് കൊടുത്താൽ അതേപോലെ അയാൾ പുറത്തുനിന്ന് കൊടുത്താൽ എന്ത് സംഭവിക്കും? കാറ് നീങ്ങും. പക്ഷേ ഉള്ളിലാകുമ്പം ഫോഴ്സ് കൊടുക്കുന്ന സോഴ്സും ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടുന്നതും എവിടെയാണ്? ഒരേ സിസ്റ്റത്തിൻ്റെ അകത്താണ്. വിച്ച് മീൻസ് ഇൻറ്റേർണൽ ഫോഴ്സസിന് എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല? ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അയാൾ സിസ്റ്റത്തിൻ്റെ പുറത്ത് വന്നിട്ട് അത് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതായത് എക്സ്റ്റേണൽ ഫോഴ്സിന് എന്ത് പറ്റും? ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു മോഷൻ സ്റ്റേറ്റ്, ഒരു മൂവ്മെൻറ്റ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ന്യൂട്ടൻ്റെ 3 ചലന നിയമങ്ങളാണ് അല്ലേ. അപ്പം അതിൻ്റെ ബേസിക്, അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ് അത് എവിടെ നിന്നായിരുന്നു? ആക്ച്വലി ഇതിൻ്റെ മുന്നേ ഗലീലിയോ ഒക്കെയാണ് അതിൻ്റെ ഒരു ബേസിക്, അതിന് ഒരു അസംഷൻസ് ഒക്കെ നൽകി വെച്ചത്. പക്ഷേ പിന്നെ സർ ഐസക് ന്യൂട്ടൺ ആണ് എന്ത് ചെയ്തത്? അതൊന്ന് സമ്മപ്പ് ചെയ്ത് അതിനൊരു ക്ലാരിറ്റി കൊടുത്തത്. ഓക്കെ, അപ്പം അതിൻ്റെ സ്റ്റാർട്ടിങ്ങിന് കാരണമായ ആ എക്സ്പെരിമെൻ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഗലീലിയോ നിരീക്ഷണങ്ങൾ, ഗലീലിയോ ചെയ്ത കുറച്ച് ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആസ് യു ക്യാൻ സീ ഇൻ ദ പിക്ചർ ദർ ആർ 2 ഇൻക്ലൈൻഡ് പ്ലെയിൻസ് ആർ ദെയർ. ഓക്കെ, ചരിവുള്ള 2 പ്രതലങ്ങളുണ്ട്. അപ്പം എന്താ ഇവിടെ നടക്കുന്നത്? ഇവിടെ ഒരു ഹൈറ്റിൽ ഇവിടെ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. ഈ ബോളിന് ഇനി എന്ത് മാറ്റം വരും നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണുമ്പോൾ മനസ്സിലാകും, h ഹൈറ്റിൽ, അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എത്ര ഹൈറ്റിലാണ് ബോൾ ആദ്യം വെക്കുന്നത്. അപ്പം h ഹൈറ്റിൽ എന്ത് ചെയ്തു? h ഹൈറ്റിൽ ആദ്യം ഒരു ബോൾ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന് പിന്നെ വേറെ ഫോഴ്സ് ഒന്നും കൊടുക്കേണ്ടതില്ലല്ലോ, അത് ജസ്റ്റ് വിട്ട് കഴിയുമ്പോൾ എന്ത് വരും? ആസ് ഇറ്റ് ഗോസ് ഡൗൺ എന്ത് വരും? അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, സ്പീഡ് ഇൻക്രീസ് ചെയ്യില്ലേ? സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് അടുത്ത സ്ലോപ്പിലേക്ക്, അത് സ്പീഡ് ഇൻക്രീസ് ചെയ്ത് അടുത്ത സ്ലോപ്പിലേക്ക് അത് കയറും. മുകളിലേക്ക് കയറുമ്പോൾ എന്താകും? സ്പീഡ് കുറയും. റോളപ്പ് ചെയ്യുമ്പം സ്പീഡ് കുറയും. സ്പീഡ് കുറഞ്ഞിട്ട് ഈ ബോൾ എത്തുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് രണ്ടാമത്തെ സ്ലോപ്പിൽ ബോൾ എത്തുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും എന്നറിയോ? അത് ഇതിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ബോൾ വെച്ച അതേ ഹൈറ്റ് തന്നെയായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക? റോൾ ഡൗൺ ചെയ്ത് പിന്നെ റോൾ അപ്പ് ചെയ്തിട്ട് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ ഹൈറ്റ്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ രണ്ടാമത് വെച്ച സ്ലോപ്പിൻ്റെ ആംഗിൾ കുറച്ചു. ഇപ്പോൾ ലെറ്റ്സ് സേ ഇവിടെ ഒരു 45 ഡിഗ്രി ആണെങ്കിൽ, ഇവിടെ ഒരു 45 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ എന്ത് ചെയ്തു? 30 ഡിഗ്രി ആക്കി. 30 ഡിഗ്രി ആക്കിയപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോഴും ഒരു h ഹൈറ്റ് തന്നെ ബോൾ വെച്ചു, ബോൾ വിട്ടു. എന്ത് ചെയ്യും? താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കും? അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ അത് അടുത്ത സ്ലോപ്പിലേക്ക് റോളപ്പ് ചെയ്യും. റോളപ്പ് ചെയ്യുമ്പം അതിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, എന്നിട്ടും അത് എത്തുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ ഹൈറ്റ്. ഓക്കെ, ഇനീഷ്യൽ ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റിന് ഈക്വൽ ആയിരിക്കും എന്ത്? ഇത് രണ്ടാമത്തെ സ്ലോപ്പിൽ അറ്റൈൻ ചെയ്ത ഹൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പിന്നെയും എന്ത് ചെയ്തു? മൂന്നാമത്തെ കേസിലും ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഇതിൻ്റെ ആംഗിൾ കുറച്ചു. ഇതൊരു 30 ആണെങ്കിൽ ഇത് പിന്നെ ഒരു 20 ഒക്കെ എടുത്തു എന്ന് വിചാരിക്കും. അപ്പം രണ്ടാമത്തെ കേസിലും സെയിം തന്നെ കാണാൻ പറ്റി. അതായത് പ്രീവിയസ് ആയിട്ട് എന്തായിരുന്നോ സംഭവിച്ചത്? ഒരു ഹൈറ്റിൽ, ഇനീഷ്യൽ ഹൈറ്റിൽ ഒരു സാധനം വെച്ചു, ഒരു ബോൾ വെച്ചു, റോൾ ഡൗൺ ചെയ്തു, പിന്നെ റോൾ അപ്പ് ചെയ്തു, അത് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ദ ഇനീഷ്യൽ ഹൈറ്റ്.
അപ്പം ഇവിടെ ആംഗിൾ കുറച്ചപ്പോഴും എന്താ സംഭവിക്കുന്നത്? ആംഗിൾ കുറച്ചപ്പോഴും സെയിം തന്നെയാണ്. അതായത് ഇത്രയും ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബോൾ കവർ ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് അറ്റൈൻ ചെയ്യുന്നത് ആദ്യത്തെ ഹൈറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റാണ്. ഓക്കെ, ഇതിവിടെ ഈ പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. റൈറ്റ്. ലാസ്റ്റ് കേസിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ആംഗിൾ, ഈ സ്ലോപ്പ് അങ്ങ് മാറ്റി ഇതൊരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആക്കി. വിച്ച് മീൻസ് രണ്ടാമത്തെ കേസിൽ അവിടെ എന്തായി? ആദ്യം ഒരു സ്ലോപ്പ് വെച്ചു, പിന്നെ അവിടെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ വെച്ചു. അവിടെ എന്തില്ല? അവിടെ ഒരു ചരിവില്ല. അപ്പം എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു h ഹൈറ്റിൽ ബോൾ വെച്ചു, ബോൾ എന്ത് ചെയ്തു? റോൾ ഡൗൺ ചെയ്തു, വെലോസിറ്റി ഇൻക്രീസ് ചെയ്തു. പക്ഷേ ഈ കേസിൽ ഈ ബോളിന് എപ്പോഴെങ്കിലും ഇത്രയും ഹൈറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഈ ഹൈറ്റ് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഒരു സ്ലോപ്പ് അല്ല ഉള്ളത്, അവിടെ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണുള്ളത്. അപ്പോൾ എന്ത് പറ്റും? ഈ റോൾ ഡൗൺ ചെയ്തിട്ട് ഇത് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതൊരു യൂണിഫോം മോഷനിൽ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ഫ്രിക്ഷൻലെസ് സർഫസ് ആണ് കേട്ടോ. ഈ എക്സ്പെരിമെൻറ്റിന് ചൂസ് ചെയ്തത് ഫ്രിക്ഷൻ, ഘർഷണം തീരെ ഇല്ലാത്തൊരു സർഫസ് ആണ്. അപ്പോൾ ഗലീലിയോൻ്റെ എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആദ്യം സ്ലോപ്പിൽ വെച്ചപ്പം ആദ്യം വെച്ച ഇനീഷ്യൽ ഹൈറ്റ് തന്നെ അറ്റൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആയപ്പം ഫ്രിക്ഷൻലെസ് സർഫസിൽ ആ ബോൾ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടിന്യൂസ്ലി അതൊരു യൂണിഫോം മോഷനിൽ പോകുന്നുണ്ട്. വിച്ച് മീൻസ് ഗലീലിയോൻ്റെ അസംഷൻ ഇതായിരുന്നു, ഒരു ഒബ്ജക്റ്റിന് അത് യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ട? അതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. ഓക്കെ, അതായത് ഇവിടെ കണ്ടില്ലേ, ഇവിടെ റോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്യുന്നുണ്ട്. കാരണം പിന്നെ അതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആവശ്യമില്ല, അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. റൈറ്റ്. ഇതിൽ നിന്നാണ് എന്തുണ്ടായത്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം. അപ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പം അസംഷൻസ് പഠിച്ചപ്പോൾ തന്നെ, ഗലീലിയോ അസംഷൻസ് പഠിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്ത്? ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റ് തന്നെ ഇരിക്കും, അല്ലെങ്കിൽ ഒരു ബോഡി മൂവ്മെൻറ്റിലാണെങ്കിൽ, മോഷനിലാണെങ്കിൽ അത് ആ മോഷൻ സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ? until and unless an external unbalanced force acted upon it. ഓക്കെ, ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നവരെ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്താണോ അത് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഹിയർ a body is at rest will remain at rest and a body is in motion will remain in uniform motion until and unless an external unbalanced force acted upon it. ഓക്കെ, അതായത് ബാഹ്യബലം, അസന്തുലിതമായ ഒരു ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ ഏതൊരു വസ്തുവും അത് നിശ്ചലാവസ്ഥയിലാണെങ്കിൽ നിശ്ചലാവസ്ഥയിലും ചലനാവസ്ഥയിലാണെങ്കിൽ ചലനാവസ്ഥയിലും തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് മനസ്സിലാവും എന്ത്? ആ ബോഡി നിശ്ചലാവസ്ഥയിലാണെങ്കിൽ, റെസ്റ്റിലാണെങ്കിൽ അത് അങ്ങനെ ഇരിക്കും. അതിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനോ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ മാറ്റാനോ ഒന്നും പറ്റില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ നെക്സ്റ്റ് ടോപ്പിക്, വിച്ച് ഈസ് നത്തിങ് ബട്ട് ഇനേർഷ്യ. അതായത് ഒരു ബോഡിക്ക്, ഒരു ഒബ്ജക്റ്റിന് അതിന് സ്വന്തമായിട്ട് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഓക്കെ, നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ നമ്മളൊരു ബലം കൊടുക്കുന്നവരെ എന്ത് ചെയ്യും? അത് അങ്ങനെ തന്നെ ഇരിക്കും, അതിന് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ ആണെങ്കിൽ എന്ത് പറ്റും? നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുന്നവരെ അത് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. Until and unless an external force act upon it. This is called inertia, which means the inability of a body to change its own state of rest or uniform motion is known as inertia. ഒരു ബോഡിക്ക് അതിന് സ്വന്തമായിട്ട് അതിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്താൻ കഴിയാത്തതിനെയാണ് എന്ത് പറയുക? ഇനേർഷ്യ അഥവാ ജഡത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജഡത്വം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്, നിശ്ചല ജഡത്വവും ചലന ജഡത്വം, which means inertia of rest and inertia of motion. Inertia of rest and inertia of motion. എന്താ inertia of rest എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് സിമ്പിൾ. ആക്ച്വലി ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ അതിന് സ്വന്തമായിട്ട് എന്ത് പറ്റില്ല? ചലനാവസ്ഥയിലേക്ക് മാറാൻ പറ്റില്ല. അതാണ് inertia of rest, which means നിശ്ചല ജഡത്വം. നിശ്ചലാവസ്ഥയിലിരിക്കുന്നതിന് എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാണ്ട് എന്ത് പറ്റില്ല? ചലനാവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റില്ല. രണ്ടാമത്തെ കേസ് inertia of motion. ഒരു ഒബ്ജക്റ്റ് മോഷനിലാണെങ്കിൽ, മൂവ്മെൻറ്റിലാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കാതെ അല്ലെങ്കിൽ അതിന് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നിശ്ചലാവസ്ഥയിലേക്ക് വരാനും പറ്റില്ല, റെസ്റ്റ് പൊസിഷനിലേക്ക് വരാനും പറ്റില്ല. അതാണെന്ത്? ചലന ജഡത്വം ഓർ ഇനേർഷ്യ ഓഫ് മോഷൻ. ഈ കോൺസെപ്റ്റ് ആക്ച്വലി നമ്മളുടെ ഡെയിലി ലൈഫിൽ കുറേ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ഏതൊക്കെയാണെന്നറിയോ? ഇപ്പം ഒരാൾ ബസ്സിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ബസ് ആദ്യം റെസ്റ്റ് പൊസിഷനിലായിരുന്നു, ബസ് മൂവ് ചെയ്യുന്നില്ല, അയാൾ ബസ്സിൽ നിൽക്കുന്നു. പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഒരു
മൂവ്മെൻറ്റിലേക്ക് പോകുമ്പോൾ എന്ത് വരും? ആ നിൽക്കുന്നയാൾക്ക് ബാക്കിലേക്കൊരു ബെൻഡിങ് ഉണ്ടാവും, അതായത് ബാക്കിലേക്ക് വീഴാൻ പോകും. കാരണം എന്താണ്? അയാൾ അത്രയും നേരം റെസ്റ്റിലാണ്. ഓക്കെ, പെട്ടെന്ന് ചലനാവസ്ഥയിലേക്ക് പോയപ്പം അതിന് തിരിച്ച് റെസ്റ്റിലേക്ക് തന്നെ വരാനുള്ളൊരു ടെൻഡൻസി, അതാണല്ലോ ഇനേർഷ്യ. ആ വരാനുള്ള ടെൻഡൻസി, അതായത് റെസ്റ്റിലേക്ക് തന്നെ വരാനുള്ളൊരു ടെൻഡൻസി. ഇതാണ് എന്തിൻ്റെ എക്സാമ്പിൾ? നമ്മുടെ ഇനേർഷ്യ ഓഫ് റെസ്റ്റിൻ്റെ എക്സാമ്പിൾ. ഇനി ഇനേർഷ്യ ഓഫ് മോഷൻ, സെയിം സിറ്റുവേഷൻ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരാൾ ബസ്സിൽ നിൽക്കുന്നു, ആ ബസ് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, പെട്ടെന്ന് ബസ് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ബസ് നിർത്തുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? അയാൾ മുന്നിലേക്ക് അയാൾക്കൊരു ബെൻഡിങ് ഉണ്ടാകും, ഒരു ഫോർവേഡ് ബെൻഡ് ഉണ്ടാകും. അതിൻ്റെ റീസൺ എന്താണ്? കണ്ടിന്യൂസ്ലി അയാളൊരു മൂവ്മെൻറ്റിലായിരുന്നു, ബസ് മൂവ് ചെയ്യുന്നതിൻ്റെ കൂടെ അയാൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് റെസ്റ്റിലേക്ക് വന്നപ്പം അയാൾക്ക് എന്തിനുള്ള ടെൻഡൻസി? കണ്ടിന്യൂ ടു മൂവ് ഇൻ പൊസിഷൻ. ഓക്കെ, അതായത് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള, മോഷൻ സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ടെൻഡൻസി, റെസ്റ്റിലേക്ക് വരാനുള്ളൊരു ഇനബിലിറ്റി. ഓക്കെ, അതാണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഒരു ഫ്രണ്ടിലേക്ക് അത് ബെൻഡ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിലൊക്കെ ലേറ്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ഓടി വന്നിട്ട് ഡോറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ മുന്നിലേക്കൊന്ന് ബെൻഡ് ആവില്ലേ? ഇതൊക്കെ എന്താണ്? ഇനേർഷ്യ ഓഫ് മോഷനാണ്. ഇനിയും കുറേ എക്സാമ്പിൾസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നറിയോ? ഇപ്പം ഇവിടെ ഒരു ഷീറ്റ് ഓഫ് പേപ്പർ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നതാണ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇവിടെ എന്തെങ്കിലും ഇവിടെ ഒരു ബോട്ടിൽ ഉണ്ടെന്നും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഈ ഷീറ്റ് ഓഫ് പേപ്പർ ഞാൻ പെട്ടെന്ന് വലിക്കുന്നു. പെട്ടെന്ന് വലിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ബോട്ടിൽ എവിടെ തന്നെ വീഴും? അവിടെ വീഴും. കാരണം ഈ ബോട്ടിൽ ഒറ്റയടിക്കുന്നതിൻ്റെ കൂടെ പോരുമോ? ഇല്ല. കാരണം എന്താണ്? ഈ ബോട്ടിൽ അത്രയും നേരം റെസ്റ്റിലായിരുന്നു. സോ ഇറ്റ് നീഡ് ടു ബി കണ്ടിന്യൂ ഇൻ റെസ്റ്റ് പൊസിഷൻ. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ മാറ്റ് എടുത്തിട്ട് മാറ്റിലെ പൊടി തട്ടി കളയുമ്പോൾ പൊടി എങ്ങോട്ടാണ് വീഴുക? പൊടി താഴേക്ക് വീഴും. കാരണം എന്താ? ഡസ്റ്റ് അത്രയും നേരം റെസ്റ്റിലായിരുന്നു, അത് റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. നമ്മൾ മാങ്ങ കുലുക്കുമ്പോൾ മാങ്ങ എന്ത് ചെയ്യും? ചില്ല കുലുക്കുമ്പോൾ എന്ത് ചെയ്യും? മാങ്ങ താഴേക്ക് വീഴും. ചില്ല മോഷൻ സ്റ്റേറ്റിലാണ്, എന്ത് സംഭവിക്കുന്നു? അപ്പം മാങ്ങ താഴേക്ക് വീഴും. കാരണം അത്രയും നേരം മാങ്ങ എന്തായിരുന്നു? റെസ്റ്റിലായിരുന്നു. പക്ഷേ അതിന് എന്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി? റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി. ഇനി അത്ലീറ്റ്സ് ഒക്കെ ഓടി വന്ന് എത്തിയിട്ട് അവർ ഒറ്റയടിക്ക് നിൽക്കുമോ? ഇല്ല, അവർ കുറച്ചും കൂടി മുന്നോട്ട് ഓടും. കാരണം എന്താണ്? അവർക്ക് ആ സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി. റൈറ്റ്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനേർഷ്യ. So inertias are two types, inertia of rest and inertia of motion. Okay. Now, inertia massum തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? Is there any relation between inertia and mass? Let's see. Okay. So ഇവിടെ ഞാൻ ഒരു പാറക്കഷ്ണം വെച്ചു. ഇതിനൊരു 90 കിലോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 90 kg വെയിറ്റ് ഉള്ള ഒരു പാറക്കഷ്ണം വെച്ചു. അടുത്തത് ഞാനിവിടെ ഒരു ബോൾ വെച്ചു. ഇതിനൊരു 10 കിലോഗ്രാം മാസം ഉണ്ടെന്ന് വെച്ചു. ഓക്കെ, സോ ഇത് രണ്ടും റെസ്റ്റിലാണ്. ഇതിൽ ഏതിനായിരിക്കും ഞാൻ കൂടുതൽ ബലം കൊടുക്കേണ്ടി വരിക, കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരിക? ഇതിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതിനായിരിക്കും ഞാൻ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരിക? അഫ്കോഴ്സ് മാസ് ഏതിനാണോ കൂടുതൽ അതിനായിരിക്കും കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരിക. വിച്ച് മീൻസ് വാട്ട്? ആ മാസ് കൂടുതലുള്ളതിന് അതിൻ്റെ ആ സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി. അത് റെസ്റ്റിലാണ്. 90 kg ഈ പാറക്കഷ്ണം എന്ന് പറയുന്നത് റെസ്റ്റ് പൊസിഷനിലാണ്. അപ്പം അതിനൊരു മോഷനിലേക്ക് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യണം? അത്രയും ഫോഴ്സ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യണം. ഇവിടെയോ ഇതിനും ഇനേർഷ്യ ഉണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഇതിനും ഉണ്ട്. പക്ഷെ എന്താണ്? ഈ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഇവിടെ മാസ് കുറവായത് കാരണം നമുക്ക് കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതിയാവും, അല്ലേ? ഇതിന് കൊടുക്കുന്ന അത്രയും ഫോഴ്സ് ഇതിൻ്റെ സ്റ്റേറ്റ് മാറ്റാൻ വേണ്ടി നമുക്ക് കൊടുക്കേണ്ടി വരില്ല. ഇനി വേറൊരു കേസ്, ഇതിപ്പം ഇനേർഷ്യ ഓഫ് റെസ്റ്റിൻ്റെ കേസല്ലേ നമ്മൾ പറഞ്ഞത്. ഈ രണ്ട് പാറക്കഷ്ണം നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ലോപ്പ് നിന്നിങ്ങനെ നമ്മൾ ഉരുട്ടി വിടുവാണ്. ഈ ഒരു സ്ലോപ്പിൽ നിന്ന് നമ്മൾ ഉരുട്ടി വിടുമ്പം ഇതിൽ ഏതിനെ നിർത്താനായിരിക്കും, ഏതിനെ സ്റ്റോപ്പ് ചെയ്യാനായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട്? ഈ 90 കിലോഗ്രാം ഉള്ള ഈ പാറക്കഷ്ണത്തിനെയാണോ അല്ല ഈ 10 കിലോഗ്രാം ഉള്ള ബോൾ നിർത്താനാണോ നമുക്ക് എളുപ്പം? അല്ലെങ്കിൽ ഏതായിരിക്കും ബുദ്ധിമുട്ട്? ഓഫ്കോഴ്സ് ഈ പാറക്കഷ്ണം നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാടുപെടും, അല്ലേ? പക്ഷേ ഈ ബോൾ നിർത്താൻ വേണ്ടിയിട്ടോ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. വിച്ച് മീൻസ് മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇനേർഷ്യ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഇനേർഷ്യ കൂടുമ്പം എന്ത് കൂടും? അല്ലെങ്കിൽ മാസ് കൂടുമ്പോൾ എന്ത് കൂടും? ഇനേർഷ്യ കൂടുന്നുണ്ട്. മാസ് കൂടുമ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇനേർഷ്യ കൂടുന്നുണ്ട്. വെൻ മാസ് ഇൻക്രീസസ് എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? ഇനേർഷ്യ ഓൾസോ ഇൻക്രീസസ്. വെൻ മാസ് ഡിക്രീസസ് ഇനേർഷ്യ ഓൾസോ ഡിക്രീസസ്. ഓക്കെ,
സോ ഇതാണ് നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ടത്. മാസ് ഡിക്രീസസ്, ഇനേർഷ്യ ഓൾസോ ഡിക്രീസസ്. മാസ് കൂടുന്നതിനനുസരിച്ച് ആ ഒബ്ജക്റ്റിൻ്റെ ജഡത്വം കൂടുന്നു, മാസ് കുറയുന്നതിനനുസരിച്ച് ആ ഒബ്ജക്റ്റിൻ്റെ ജഡത്വം കുറയുന്നു. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ അല്ലേ? സോ ഫ്രം ദാറ്റ് വി ആർ മൂവിങ് ഓൺ ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നത് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ ഒരു 10 കിലോഗ്രാമുള്ള 10 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റ് എടുത്തു. എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എടുത്തു. രണ്ടാമത്തത് സെയിം വേ 10 കിലോഗ്രാം മാസുള്ള ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് എടുത്തു. ഓക്കെ, ഇതിന് രണ്ടിനും എനിക്ക് എന്ത് വേണം? ഇതിലേക്ക് ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനും പ്രൊഡ്യൂസ് ചെയ്യണം. ഇവിടെ ഒരു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷനും പ്രൊഡ്യൂസ് ചെയ്യണം. മാസ് സെയിം ആണ്, പക്ഷേ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട, എനിക്ക് കിട്ടേണ്ട ത്വരണം അഥവാ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റത്തെ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ഒരു 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം. ബി എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൽ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏതിലായിരിക്കും കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരിക? ഏതിലാണോ കൂടുതൽ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോഴ്സ് എടുക്കേണ്ടി വരിക, അല്ലേ? കൂടുതൽ ആക്സിലറേഷൻ ഏതിൽ പ്രൊഡ്യൂസ് ചെയ്യണോ അതിൽ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ എന്തായിരിക്കും? കമ്പയർ ടു ദിസ് ഇവിടെ കുറവ് ഫോഴ്സ് മതിയാവും. വിച്ച് മീൻസ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്? ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഓൾസോ ഇൻക്രീസസ്. പിന്നെ ഫോഴ്സ് കുറയുന്നതിനനുസരിച്ചോ, ഫോഴ്സ് കുറച്ച് കൊടുക്കുന്നതിനനുസരിച്ച് ആക്സിലറേഷനും എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി, ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ആക്സിലറേഷൻ. ഫോഴ്സിന്, അതായത് ബലത്തിന് ആനുപാതികമാണ് എന്ത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫറെൻറ്റ് മാസുള്ള ബോഡി എടുത്തു. അതായത് ഒന്ന് ഒരു 20 കിലോഗ്രാം, രണ്ടാമത്തത് ഒരു 10 കിലോഗ്രാം. ഓക്കെ, ഡിഫറെൻറ്റ് മാസുള്ള ബോഡിയാണ് ഞാൻ എടുത്തത്. ഇതിൽ രണ്ടിലും എനിക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ രണ്ട് ഒബ്ജക്റ്റിലും എനിക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിതിന് രണ്ടിനും കൊടുക്കേണ്ട ഫോഴ്സ് ഈക്വൽ ഫോഴ്സ് കൊടുത്താൽ രണ്ട് ഒബ്ജക്റ്റിലും എനിക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം കിട്ടുമോ? ആക്സിലറേഷൻ കിട്ടുമോ? ഇല്ല. കാരണം എന്താണ്? ആക്സിലറേഷനും ഫോഴ്സും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആക്സിലറേഷൻ കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഫോഴ്സ് കൂട്ടണമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ മാസ് കൂടുമ്പം ആ ഒബ്ജക്റ്റിന് കൂടുതൽ ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാസ് കൂടിയ ഒബ്ജക്റ്റിന് നമ്മൾ എന്ത് കൊടുക്കണം? കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഇവിടെ 20 കിലോഗ്രാം മാസുള്ള ഒബ്ജക്റ്റിന് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ഓൾസോ ഹൈ ആയിരിക്കണം. എന്നാൽ ഈ കേസിലോ 10 കിലോഗ്രാം മാസ് ഉള്ളതിന്, അതായത് മാസ് കുറവാണ്, അത്രയും ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലേ? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോഡിയിൽ അത്രയും ഫോഴ്സ് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ എന്താണ്? മാസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ഇൻക്രീസ് ചെയ്യണം, അല്ലേ? മാസ് കൂടുന്നതിനനുസരിച്ച് കൊടുക്കുന്ന ഫോഴ്സും ഇൻക്രീസ് ചെയ്യണം. മാസ് കുറയുന്നതിനനുസരിച്ചോ കൊടുക്കുന്ന ഫോഴ്സും കുറവ് മതി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഫോഴ്സ് ഇസ് ഓൾസോ പ്രപ്പോർഷണൽ ടു മാസ്. ഓക്കെ, ഇതാണ് എന്തിനുള്ള മീനിങ്? Newton's second law, which means the external force or net force, the magnitude of net force acting on a body which is proportional to product of mass and acceleration of that object. Okay, ഒരു വസ്തുവിൻ്റെ മുകളിൽ നമ്മളൊരു ബാഹ്യബലം പ്രയോഗിക്കുമ്പോൾ ആ ബാഹ്യബലം എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണലാണ്? എന്തിന് നേരാനുപാതികമാണ്? അതിൻ്റെ മാസിനും അതിലുണ്ടാകുന്ന ത്വരണത്തിനും, മാസിനും ആക്സിലറേഷൻ്റെയും പ്രൊഡക്റ്റിന് ഗുണിത ഫലമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്ത് എഴുതാം? ഇതിനെ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? എഫ് ഇസ് പ്രപ്പോർഷണൽ ടു എ ആൻഡ് എഫ് ഇസ് പ്രപ്പോർഷണൽ ടു എം. നമുക്ക് എന്താക്കാം? എഫ് ഇസ് പ്രപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാസ് ഇൻ ടു ആക്സിലറേഷൻ. ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ വിൽ ഗെറ്റ് പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് കെ. സോ കെ എം എ. ഹിയർ കെ ഇസ് ഈക്വൽ ടു 1. നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻ്റ് ആണെന്ന്. കെക്ക് 1 കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും? എഫ് ഇസ് ഈക്വൽ ടു എം എ. ദിസ് ഇസ് കോൾഡ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ഈ ഇക്വേഷൻ നിങ്ങൾ നല്ലപോലെ ഓർത്ത് വെക്കണം കേട്ടോ, കാരണം നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ ദ നെക്സ്റ്റ് ടോപ്പിക്, മൊമെൻറ്റം. എന്താണ് മൊമെൻറ്റം?
മൊമെൻറ്റം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താ? എല്ലാ ഒബ്ജക്ട്സിനും മൊമെൻറ്റം ഉണ്ടാവുമോ? ഓർ ആക്കം. ഓക്കെ, ആക്കം എന്ന് പറയുന്നത് എല്ലാ ഒബ്ജക്റ്റിനും ഉണ്ടാവുമോ? ഇല്ല. ഒരു മൂവിങ് ഒബ്ജക്റ്റിന് മാത്രമേ ഉള്ളൂ ആക്കം ഉണ്ടാവുന്നത്. ഒരു ചലനാവസ്ഥയിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആക്കം ഉണ്ടാവുള്ളൂ. അതായത് ഒരു റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ആക്കം അഥവാ മൊമെൻറ്റം ഉണ്ടാവില്ല. ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ മൂവിങ് ഒബ്ജക്റ്റ്. വിച്ച് മീൻസ് വാട്ട്? ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ കയ്യിലൊരു ചെറിയ കല്ലുണ്ട്. ആ ചെറിയ കല്ലുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ മേലെ എറിഞ്ഞു. അയാൾക്കത് അത്ര പെയിൻഫുൾ ഒന്നും ആയിരിക്കില്ല അല്ലേ? ചെറിയൊരു കുഞ്ഞി കല്ല് ഞാനത് എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ മേലേക്ക് എറിഞ്ഞു. ഓഫ് കോഴ്സ് അത് അത്ര പെയിൻഫുൾ ആയിരിക്കില്ല. പക്ഷേ ഈ സെയിം കല്ലുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെ മാറി നിന്നിട്ട് അയാൾ എറിഞ്ഞാലോ? ഇറ്റ് വിൽ ഹേർട്ട്, റൈറ്റ്? അപ്പോൾ അവിടെ എന്താ മാറ്റം സംഭവിച്ചേ? അവിടെ സ്പീഡ് കൂടി, ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കൂടി, വെലോസിറ്റി ഗെയിൻ ചെയ്തു. വിച്ച് മീൻസ് ആ ഒബ്ജക്റ്റ് ചലനാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്? ആ മൊമെൻറ്റം കൂടിയത്, ആ ഇമ്പാക്റ്റ് കൂടിയത്, റൈറ്റ്? ഇനി സെയിം വേ ഞാൻ മാസ് ഇൻക്രീസ് ചെയ്തു. എൻ്റെ കയ്യിലുള്ള ഒബ്ജക്റ്റിൻ്റെ മാസ് ഇൻക്രീസ് ചെയ്തു, എന്നിട്ട് അയാളുടെ മേലേക്ക് ഇട്ടു. എന്താകും? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹേർട്ട്, റൈറ്റ്? അപ്പം മാസ് കൂടിയപ്പോഴും എന്ത് സംഭവിച്ചു? മൊമെൻറ്റത്തിന് ചേഞ്ച് വന്നു. അതായത് മൊമെൻറ്റം, ആ ഇമ്പാക്റ്റ് കൂടി. വിച്ച് മീൻസ് മൊമെൻറ്റം എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാസിനെ, വെലോസിറ്റിനെ. ഓക്കെ, മാസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇമ്പാക്റ്റ് കൂടും, മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യും. ഇനി വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലോ? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിലും എന്ത് കൂടും? മൊമെൻറ്റം കൂടും. ഓക്കെ, വെൻ മാസ് ഇൻക്രീസസ് വി ക്യാൻ റൈറ്റ് മാസ് ഇൻക്രീസസ്. മൊമെൻറ്റം നമ്മൾ പി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് കേട്ടോ ഇൻഡിക്കേറ്റ് ചെയ്യുക. മാസ് ഇൻക്രീസസ് ആൻഡ് വെലോസിറ്റി ഇൻക്രീസസ്. എന്ത് കൂടും? Momentum also increases. Okay, that's why we are saying at rest position what happened? Velocity എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ momentum is also what? Momentum 0 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അറ്റ് റെസ്റ്റിൽ വെലോസിറ്റി 0 ആയിരിക്കും, അപ്പം മൊമെൻറ്റവും 0 ആയിരിക്കും. പക്ഷേ മാസോ വെലോസിറ്റിയോ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ദാറ്റ് വാട്ട് ഹാപ്പൻഡ്? മൊമെൻറ്റം ഇസ് ഓൾസോ ഇൻക്രീസസ്. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ഫോർ മൊമെൻറ്റം ആസ് P is equal to product of mass into velocity. P is equal to product of mass into velocity. മാസിൻ്റെയും വെലോസിറ്റീൻ്റെയും പ്രൊഡക്റ്റ് ആണ് എന്ത്? മൊമെൻറ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് momentum P, which is equal to product of mass into velocity. Okay, velocity. P is equal to m into v. You have to remember these equations. Okay, P is equal to mass into velocity. And what is the unit of this? ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? സി, യൂണിറ്റ് എഴുതാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ യൂണിറ്റ് എഴുതാം? ഇത് പ്രൊഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മാസിൻ്റെ യൂണിറ്റ് എന്താ? വിച്ച് ഇസ് കിലോഗ്രാം, റൈറ്റ്? ആൻഡ് ഇൻറ്റു വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താ? which is nothing but meter per second. So മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് പറയാം? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഇസ് ദ യൂണിറ്റ് ഓഫ് മൊമെൻറ്റം. ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ മെയിൻലി രണ്ട് ഇക്വേഷൻസ് പഠിച്ചു. ഒന്ന് ന്യൂട്ടൺ സെക്കൻഡ് ലോ വിച്ച് ഇസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാസ് ഇൻ ടു ആക്സിലറേഷൻ. ആൻഡ് നൗ momentum P is equal to product of mass into velocity, right? So now we have to learn rate of change of momentum. ആക്ക വ്യത്യാസത്തിൻ്റെ നിരക്ക്. വ്യത്യാസം എന്ന് പറയുമ്പം ഡിഫറൻസ് അല്ലേ? വ്യത്യാസം എന്ന് പറയുമ്പം ഡിഫറൻസ്, എന്തോ ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ആ ചേഞ്ചിൻ്റെ റേറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, റൈറ്റ്? അപ്പോൾ ഒരു ബോഡി, ഓക്കെ, ഈ ബോഡിക്ക് ഞാൻ എ എന്ന് പേര് കൊടുക്കുന്നു. ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് എം. ഓക്കെ, ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് എം. അറ്റ് T1 എന്ന് പറയുന്ന സമയത്ത്, അതായത് ഇനീഷ്യൽ പോയിന്റിൽ ഇതിന് ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി എന്ന് പറയുന്നത് യു എന്ന് എടുക്കാം. ഓക്കെ, ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ഞാൻ യു എടുക്കുന്നു, അതായത് ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. ഓക്കെ, ദാറ്റ് ഈസ് യു. ആൻഡ് ആഫ്റ്റർ സംടൈംസ് ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞു. മാസ് ചേഞ്ച് ചെയ്യുമോ? ഇല്ല. മാസ് എന്ത് ചെയ്യില്ല? മാസ് ചേഞ്ച് ചെയ്യില്ല. ആൻഡ് വാട്ട് ഹാപ്പൻ?
മാസ് ചേഞ്ച് ചെയ്യില്ല, മാസ് വിൽ ബി ദ സെയിം. പക്ഷേ എന്ത് ചേഞ്ച് ചെയ്യും? ടൈം ചേഞ്ച് ചെയ്തപ്പോൾ എന്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും? വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് v എന്ന് എടുക്കുന്നു. അപ്പം ഇനീഷ്യൽ വെലോസിറ്റി വിച്ച് ഇസ് u ആൻഡ് ഫൈനൽ വെലോസിറ്റി വിച്ച് ഇസ് v. ഓക്കെ, സോ ഇനീഷ്യൽ velocity which is u and final is final velocity which is equal to v. Okay, now എനിക്ക് ആദ്യത്തെ അതിൻ്റെ മൊമെൻറ്റം കാണണം. അറ്റ് T1 ആ ഒബ്ജക്റ്റിനുണ്ടായ മൊമെൻറ്റം കാണണം. ദെൻ അറ്റ് T2 ആ ഒബ്ജക്റ്റിനുണ്ടായ മൊമെൻറ്റം കാണണം. ഹൗ ക്യാൻ വി റൈറ്റ് ദാറ്റ്? സോ ദ ഇനീഷ്യൽ മൊമെൻറ്റം ഓർ ആദ്യ ആക്കം, ഓക്കെ, initial momentum p is equal to what? Mass into velocity. Mass is m and velocity, initial velocity which is u, so mass into velocity which is u, right? And now I need to find the final momentum of the object. So the final momentum p which is equal to mass into velocity, final velocity which is v, right? So we got the initial momentum and final momentum. ആദ്യ ആക്കവും അന്ത്യ ആക്കവും കിട്ടി. ആദ്യമാക്കം എന്താണ്? m into u and അന്ത്യ ആക്കം എന്താണ്? m into v. So we got the both of that, right? Now നമുക്ക് എന്ത് കാണണം? ഇതിൻ്റെ ചേഞ്ച് കാണണം. How to find the change? Final minus initial. Okay, so change in momentum, we can write it as final momentum minus initial momentum. Change in momentum. Momentum which is equal to mv minus mu. Okay, mv minus mu. Now we have to find the rate of change of momentum, which means with respect to time how much our momentum is changing. Okay, time in അനുസരിച്ച് momentum എത്ര ചേഞ്ച് ചെയ്തു എന്ന് കണ്ടുപിടിക്കണം. Okay, so rate of change of momentum, rate of which is equal to change in momentum എന്ന് പറയുന്നത് എന്താണ്? mv minus mu, right? mv minus mu, so we can write divided by t2 minus t1, which means final time minus initial time, right? From this we can write m into v minus u divided by time. This is called rate of change of momentum, right? Then as you can see, v minus u by t here, this portion v minus u by t, which is what? Velocity changes by time, which is nothing but acceleration, right? Which is nothing but acceleration. So how we can write this? m into a, mass into acceleration, right? So this is nothing but, according to second law of motion, according to Newton's second law of motion, what we learned? Mass into acceleration, which is equal to the net force, right? Which is equal to the net force. Force is equal to mass into acceleration. So ഇത് ആക്ച്വലി എന്തും കൂടിയാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്തെന്ന് പറയാം നമുക്കപ്പം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം which is equal to the magnitude of net force acting on that object. Okay, so let's conclude that you have to remember this equation, rate of change of momentum p which is equal to m into v minus u by t. Okay, m into v minus u by t.
m into v minus u by t. Now the relation is what? From Newton's law we got this is acceleration, so we can write mass into acceleration, which is f. So we can write rate of change of momentum is equal to force applied on that object. Okay, here second law in terms of momentum. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലാണ്. Rate of change of momentum of an object which is proportional to net force applied on the object. So here m into v minus u divided by t, which is proportional to f. Okay, otherwise we can write this as m into v minus u by t, which is equal to f. So this is the Newton's second law of motion, rate of change of momentum, which is equal to the net force applied on that object. Right. So the next concept is impulse. Impulse എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുള്ളതാണ്. ഓക്കെ, ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗബലം, which is nothing but ഒരു ഷോർട്ട് ടൈം ഓഫ് ഇൻ്റർവൽ, ഒരു ഷോർട്ട് ടൈമിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗബലം എന്നൊക്കെ പറയാം. ആക്ച്വലി ഇത് കുറച്ചും കൂടി ഫെമിലിയർ ആണ്. നമ്മൾ ചുമരിൽ ആണി തറയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കിക്ക് ചെയ്യുന്നത്, ഗോൾ അടിക്കുമ്പോൾ ജസ്റ്റ് എന്താ ചെയ്യുക, കുറഞ്ഞ ടൈമിൽ കിക്ക് ചെയ്യില്ലേ, വിച്ച് മീൻസ് ഒരു ഷോർട്ട് ടൈമിൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, ഇമ്പൾസ് ആണ്. ഇങ്ങനത്തെ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, impulse എന്ന് പറയാം. റൈറ്റ്, ഇൻ എ ഷോർട്ട് ടൈം വി ആർ അപ്ലൈയിങ് എ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് വിച്ച് ഇസ് നത്തിങ് ബട്ട് ഇമ്പൾസ്. ഓക്കെ, അപ്പം ഇമ്പൾസിൻ്റെ ഇക്വേഷൻ എന്താണ്, ആവേഗം വിച്ച് ഇസ് ഈക്വൽ ടു ബലം ഇൻറ്റു സമയം, വിച്ച് ഇസ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. റൈറ്റ്, അപ്പം ഇതിൻ്റെ യൂണിറ്റ്സ് എന്തായിരിക്കും, ഇമ്പൾസ് ഐ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. സോ ഐ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം, ഫോഴ്സ് ഇൻറ്റു ടൈം. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, which is Newton, right? And time into unit of which is second. So N is the unit of impulse. Next, we have to check, is there any relation between impulse and momentum? ആവേഗവും ആക്കവും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോന്ന്. Okay, an object with mass m moving with a velocity v1 and after some time it's moving with a velocity v2. Okay, after some time it moving with a velocity v2. What is the equation for impulse? Force into time, which is equal to impulse, right? And എനിക്ക് ഇതിൻ്റെ initial momentum final momentum കാണാം. What is the initial momentum? Initial momentum ആദ്യ ആക്കം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി, സോ മാസ് ഇൻറ്റു v1. ആൻഡ് വാട്ട് ഇസ് ദ ഫൈനൽ മൊമെൻറ്റം? ഫൈനൽ മൊമെൻറ്റം വിച്ച് ഇസ് നത്തിങ് ബട്ട് മാസ് ഇൻറ്റു v2. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫൈനൽ പൊസിഷൻ. ഓക്കെ, നൗ വാട്ട് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം? വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് m ഇൻറ്റു v2 മൈനസ് v1 divided by time, which is nothing but rate of change of momentum. From second law നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, rate of change of momentum which is equal to the net force or the external force act upon it. So we can write which is equal to force, rate of change of momentum which is equal to force. Now what I am going to do is, see, ഈ ടീനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഡിനോമിനേറ്ററിന് ഞാൻ അങ്ങോട്ട് എടുക്കുന്നു, റൈറ്റ് സൈഡിലേക്ക് എടുക്കുന്നു. സോ വാട്ട് ഇറ്റ് വിൽ ബിക്കം, f into t which is equal to m into v2 minus v1. Okay, m into v2 minus v1, which is nothing but change in momentum. Okay, don't misunderstand, this is not rate of change of momentum, this is change in momentum. Okay, and which is equal to force into time, and we know that force into time which is nothing but impulse. So impulse is equal to change in momentum, right? Impulse which is equal to
change in momentum. Change in momentum. Okay, I'll write the equation one more time. F into T, which is equal to I, which is equal to mass into V2 minus V1. Okay, clear? I hope it's clear. There is no doubt, right? So moving on, the last law, which is Newton's third law of motion. Newton's മൂന്നാം ചലന നിയമം. I'm quite sure that first law and second law വലിയ പിടുത്തമൊന്നും ഇല്ലെങ്കിലും third law ഒരുവിധം എല്ലാവർക്കും അറിയാം. കാരണം എന്താ? Equal and opposite reaction. There is nothing more than that, right? The third law of motion. If any interaction between two bodies, the force applied by the first body on the second is equal and opposite to the force applied by the second body on the first. അതായത് രണ്ട് ബോഡീസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ബോഡി രണ്ടാമത്തെ ബോഡിയിൽ ഒരു ഫോഴ്സ് കൊടുക്കും അല്ലേ? അപ്പം രണ്ടാമത്തെ ബോഡി ആദ്യത്തെ ബോഡീൻ്റെ മുകളിലും ഒരു ഫോഴ്സ് കൊടുക്കും. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആദ്യത്തെ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, റൈറ്റ്? ഓക്കെ, അതായത് പ്രവർത്തനത്തിന് തുല്യമായിട്ട് എന്തുണ്ടാകും? ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. ലെറ്റ്സ് സീ, ഇത് എ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ഓക്കെ, and which is in contact with another object B. Okay, which is in contact with another object B. അപ്പോൾ എന്തായിരിക്കും? ഈ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ബിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കുമെന്ന് പറഞ്ഞു. A force is acted. FAB, which is nothing but force exerted by A on B. അതായത് എ ആണ് എന്ത് കൊടുക്കുന്നത്? ഫോഴ്സ് കൊടുക്കുന്നത്. ആരുടെ മേലെ? ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ മുകളിൽ. ഓക്കെ, ആൻഡ് what happened at that time? ഒരു opposite force ഉണ്ടാവും, which is nothing but FBA, because force exerted by B on A. അതായത് ബി ഫോഴ്സ് കൊടുക്കുന്നു തിരിച്ച് ആരുടെ മേലെ? എ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ മുകളിൽ. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഒരു ചുമരിൽ കുത്തുകയാണെങ്കിൽ ചുമരിൽ ഞാൻ എന്ത് ചെയ്തു? ചുമരിൽ കുത്തി കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് ആദ്യം ഒരു ഫോഴ്സ് കൊടുത്തു. തിരിച്ച് നമ്മൾ നല്ല ശക്തി കുത്തി കഴിയുമ്പോൾ എന്താകും? തിരിച്ച് നമ്മുടെ കൈ വേദനയാവും ഇല്ലേ? അതെന്തുകൊണ്ടാണ്? ആ ചുമര് തിരിച്ച് നമ്മുടെ കയ്യിൽ ആക്ട് ചെയ്ത ഫോഴ്സ് ആണത്. ഓപ്പോസിറ്റ് ഫോഴ്സ് നമ്മുടെ കയ്യിൽ ആക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് വേദനയാവുന്നത്. സോ എവ്രി ദിസ് കൈൻഡ് ഓഫ് കോണ്ടാക്ട്, വാട്ട് ഹാപ്പൻ? ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. പക്ഷേ ഇവിടെ FAB ഈക്വൽ ടു FBA എന്ന് എഴുതാം. കാരണം എന്താണ്? ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബി ഓൺ എ. പക്ഷേ ഒരു കാര്യമുണ്ട്, ആദ്യം കൊടുത്തത് റൈറ്റ് സൈഡിലേക്കാണ് ആക്ഷൻ എങ്കിൽ റിയാക്ഷൻ എങ്ങോട്ടാണ്? നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്, റൈറ്റ്? സോ ദാറ്റ് ചേഞ്ച്, ആ ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് ദ സൈൻ, നെഗറ്റീവ് സൈൻ. ഓക്കെ, അതായത് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിരിക്കും എന്തുണ്ടാവുക? റിയാക്ഷൻ ആയിട്ട് വരിക. കൊടുത്ത ആക്ഷൻ എന്താണോ തിരിച്ചു വരുന്ന ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഇവിടേക്കൊരു 2 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഞാൻ എ എന്ന് പറയുന്ന ബോഡി ബിയിൽ കൊടുത്തതെങ്കിൽ തിരിച്ചുള്ള ഫോഴ്സ് എന്തായിരിക്കും? സെയിം 2 ന്യൂട്ടൺ ഫോഴ്സ് തന്നെ ആയിരിക്കും. പക്ഷേ എന്തായിരിക്കും? വിത്ത് നെഗറ്റീവ് സൈൻ. ഓക്കെ, നൗ സം ഓഫ് യു ഹാവ് ദ ഡൗട്ട്, ഇത് പോസിറ്റീവാണ്, അത് നെഗറ്റീവാണ്, അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് 0 ആയി പോകേണ്ടതെന്ന്. ആക്ച്വലി റിസൾട്ടൻ്റ് 0 ആയി പോവില്ല. അതായത് ഫസ്റ്റ് കൊടുക്കുന്നത് ഞാൻ 2 ന്യൂട്ടൺ കൊടുത്തു, പ്ലസ് മൈനസ്, വിച്ച് മീൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് രണ്ടാമത്തെ ഫോഴ്സ് കൊടുക്കുന്നത്, -2 ന്യൂട്ടൺ. ഇതിൻ്റെ റിസൾട്ടൻ്റ് 0 ആയി പോകേണ്ടതാണെന്ന് ഇല്ല. റീസൺ എന്താണെന്ന് വെച്ചാൽ രണ്ട് ഫോഴ്സും, അതായത് ആക്ഷനും റിയാക്ഷനും നടക്കുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിലല്ല. കാരണം രണ്ട് ഡിഫറെൻറ്റ് ബോഡീസാണ്. ആക്ഷൻ എ ബീൻ്റെ മുകളിൽ കൊടുക്കുന്നതാണ്, പക്ഷേ റിയാക്ഷൻ എന്ന് പറയുന്നത് ബി ആണ് എയുടെ മുകളിൽ കൊടുക്കുന്നത്. ഓക്കെ, രണ്ടും ആക്ഷനും റിയാക്ഷനും ഒരേ ഒബ്ജക്റ്റിൻ്റെ മുകളിലല്ല, ഓപ്പോസിറ്റ് ആണ്. ദാറ്റ്സ് വൈ ദിസ് റിസൾട്ടൻ്റ് വിൽ നോട്ട് ഗെറ്റ് 0. ഓക്കെ, ആൻഡ് അനദർ വൺ ഇസ്, നമ്മളൊരു ആക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണോ അതിൻ്റെ റിയാക്ഷൻ വരുന്നത്? നോ, at that instant തന്നെ, അതായത് ആ പെർട്ടിക്കുലർ ടൈം നമ്മൾ ആക്ഷൻ കൊടുക്കുന്ന ആ പെർട്ടിക്കുലർ ടൈമിൽ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? റിയാക്ഷൻ വരുന്നുണ്ട്. ബിക്കോസ് ഓഫ് വാട്ട്? അത് ഡിഫറെൻറ്റ് ബോഡീസ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ന്യൂട്ടൺ തേർഡ് ലോയിൽ ഇത്രയേ ഓർക്കാനുള്ളൂ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് റിയാക്ഷൻ, ആൻഡ് the resultant will not get 0 because of what? The action and reaction both in different bodies. Right? Clear alle? So this is our equation for third law.
FAB. ABs are just name of two bodies, okay? FAB, which is equal to minus FBA, equal and opposite reaction, right? Clear? നമ്മൾ ഡെയിലി ലൈഫിൽ കുറേ എക്സാമ്പിൾസ് കാണുന്നുണ്ട് ഇതിന്, അല്ലേ? ഞാനിപ്പോൾ പറഞ്ഞ ചുമരിൻ്റെ മുകളിൽ നമ്മൾ അടിക്കുമ്പോൾ എന്തിൻ്റെങ്കിലും എവിടെയെങ്കിലും നമ്മൾ ഇടിക്കുമ്പോൾ നമ്മുടെ കൈ വേദനയൊന്നു തിരിച്ച് ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് സെയിം മാഗ്നിറ്റ്യൂഡിൽ ആക്ട് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഒരു വെള്ളത്തിലെ ബോട്ടിലൊക്കെ ഇരുന്നിട്ട് ഒരാൾ അതിൻ്റെ അറ്റത്തുനിന്ന് അപ്പുറത്തേക്ക് ചാടാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? എന്തുകൊണ്ടാണ് നമുക്ക് ചാടാൻ പറ്റുന്നത്? നമ്മൾ ആദ്യം ബോട്ടിൻ്റെ അങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ദെൻ എന്ത് സംഭവിക്കുന്നു? ഈ ബോട്ട് തിരിച്ചൊരു ഫോഴ്സ് കൊടുക്കുന്നു. ദാറ്റ്സ് വൈ വി ക്യാൻ ജംപ് ടു ദ അതർ സൈഡ്, റൈറ്റ്? പിന്നെ നമ്മൾ സ്വിം ചെയ്യുമ്പോൾ നമ്മുടെ കൈ എന്ത് ചെയ്യുന്നു? കൈ വെള്ളത്തിലിട്ട് അടിക്കുന്നു. കൈ വെള്ളത്തിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നു. വെള്ളത്തിലേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ തിരിച്ചൊരു ഓപ്പോസിറ്റ് ഫോഴ്സ്, ബട്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മുടെ കൈയിലേക്ക് വരുന്നു. ദാറ്റ്സ് വൈ വി ക്യാൻ മൂവ് ഫോർവേഡ്. ഓക്കെ, ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. എന്തിന്? തേർഡ് ലോ ഓഫ് മോഷൻ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? സോ നൗ one of the most important part of this chapter, which is law of conservation of momentum, ആക്ക സംരക്ഷണ നിയമം. ഓക്കെ, ആക്ക സംരക്ഷണ നിയമം, what do you mean by that? അതായത് ഇപ്പോൾ കൺസിഡർ ഇങ്ങനെയൊരു കുറച്ചൊരു സെമി സർക്കിളിൻ്റെ ഒരു ഷേപ്പിലൊരു സാധനം. ഓക്കെ, ആൻഡ് ഞാൻ ഇവിടെ ഒരു ഗോളി വെച്ചു, അല്ലെങ്കിൽ ഒരു പന്തോ എന്തെങ്കിലും വെച്ചു. ആൻഡ് ദെൻ ഐ കെപ്റ്റ് വൺ അതർ ബോൾ ഇസ് ഓവർ ഹിയർ. ഓക്കെ, ഇത് വിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിനെ വന്നിട്ട് ഹിറ്റ് ചെയ്യും, അല്ലേ? ഈ ബോൾ ഇതിനെ വന്ന് ഹിറ്റ് ചെയ്യും, ഇത് മൂവ് ചെയ്യും. ദെൻ വാട്ട് ഹാപ്പൻ? ഇറ്റ് വിൽ റിട്ടേൺ. അപ്പോൾ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടോട്ടൽ ഈ സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. ആഫ്റ്റർ കൊളീഷൻ ആൻഡ് ബിഫോർ കൊളീഷൻ ബോത്ത് ഓഫ് ദ മൊമെൻറ്റം ഇൻ ദിസ് സിറ്റുവേഷൻ ഇസ് കൺസേർവ്ഡ്. ഓക്കെ, അല്ലെങ്കിൽ അതൊരു സ്ഥിരസംഖ്യ ആയിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് പ്രൂവ് ചെയ്യാം. അതായത് ബിഫോർ കൊളീഷനും ആഫ്റ്റർ കൊളീഷനും മൊമെൻറ്റം ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്, റൈറ്റ്? സോ വാട്ട് വിൽ ഗെറ്റ്? ഓക്കെ, ഞാൻ ആദ്യം ഇത് എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് m1 ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി u1. ഓക്കെ, ഫസ്റ്റ് ഐ ടുക്ക് ആൻ ഒബ്ജക്റ്റ് വിത്ത് മാസ് m1 ആൻഡ് ഇറ്റ് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി u1. ആൻഡ് അഗെയിൻ വേറൊരു ഒബ്ജക്റ്റ് എടുത്തു which is b. Its mass is m2 and it is moving with a velocity u2. അപ്പം ഇപ്പം ഇത് രണ്ടും കൊളൈഡ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് അടുത്ത എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇത് കൊളൈഡ് ചെയ്യും. അതായത് എ എന്ന് പറയുന്നതും എ എന്ന് പറയുന്ന ഒബ്ജക്റ്റും ബിയും തമ്മിൽ കൊളൈഡ് ചെയ്തു. m1 m2 കൊളൈഡർ. ഓക്കെ, ദിസ് ഈസ് ഡ്യൂറിങ് ദ കൊളീഷൻ. ആഫ്റ്റർ ദാറ്റ് എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആഫ്റ്റർ കൊളീഷൻ m2 മൂവ് ചെയ്യും. അതായത് m2 മാസിലെ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് മൂവ് ചെയ്യും. അതിൻ്റെ ബാക്കിൽ എന്തും ഉണ്ടാകും? എയും ഉണ്ടാകും, റൈറ്റ്? സോ ദിസ് ഇസ് എ, ബി. Okay, both will move. മാസ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ. എ ബി ആഫ്റ്റർ കൊളീഷൻ, but it is moving with a velocity v1. A is moving with a velocity v1 and B is moving with a velocity v2. Okay, there are three cases: before collision, during the collision, after collision. Okay, this is the case before collision. Collision, ഇത് during the collision, and this is after collision. Okay, now
First, we are going to derive the expression or we are going to find out the momentum for before collision and after collision. Okay. So, before collision. Before collision, object in the mass and there no. Two object in the mass and there no. M1, M2. And velocity is u1 and u2. So I need to find the initial momentum of the object A. Initial momentum of the object A. Initial momentum of the object A. Okay, object A and initial momentum aanu kandadu. P is equal to what? P is equal to mass into, mass is what? M1 into velocity is U1. Okay, so M1 into U1. During the case before collision, initial momentum of B. Initial momentum of B. Initial momentum of B. Initial momentum of B is what? P is equal to mass is M2 into U2. Okay. Now we can find the total momentum. Aage before collision munne avade undayirunna aakam nu parayunnathu. So total momentum which is equal to what? Adding this momentum of A and momentum of B, which is, we can write PA plus PB, which is nothing but M1 into U1 plus M2 into U2. I give the equation number 1. Okay, this is the total momentum before collision. Right. Now, the next case I am taking after collision. Okay, after collision, what happened? After collision. After collision. Okay. After collision, we are going to find out the momentum of each one. So, momentum of, which is final momentum of A, P is equal to what? Mass is same but velocity changed. It become V1. Okay, it become V1. So, M1 into V1. And final momentum of B, which is PB, which is equal to mass into velocity. Okay, mass into velocity. Let's see what I did. Yeah, mass into velocity. M2 into velocity. Right. Now we can find the total momentum after collision. Collision ശേഷം കൂട്ടിമുട്ടിയതിന് ശേഷം അതിനുണ്ടായിട്ടുള്ള ആക്കം എന്ന് പറയുന്നത് total momentum. Total momentum, which is PA plus PB, which is equal to M1 V1 plus M2 V2. Okay, I'll give this as equation 2. Clear? Now, during the collision, what happened? During the collision. അപ്പം ഇത് രണ്ടും കൊളൈഡ് ചെയ്തപ്പം എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഒരു ഫോഴ്സ് ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടാകും. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി അല്ലേ? ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി ആൻഡ് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് ഇങ്ങോട്ടും പോയിട്ടുണ്ടാകും. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബി ഓൺ എ. റൈറ്റ്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഫോഴ്സ് എന്താണെന്ന് ആദ്യം നോക്കാം. റൈറ്റ്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി ഇനീഷ്യലി ആൻഡ് ദെൻ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ബി ഓൺ എ ബിക്കോസ് അത് കൊളൈഡ് ചെയ്തതാണ്. Okay, so during the collision, എന്താ സംഭവിച്ചത്? ആദ്യം എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ബിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. തിരിച്ച് ബി എന്ത് ചെയ്തിട്ടുണ്ടാവും? എൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും.
അപ്പം ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, if force is nothing but which is the rate of change of momentum, right? From second law of motion, we know that force is equal to mass into, which means change in rate of change of momentum, right? From this we can write FAB is equal to force exerted by A on B, which is nothing but mass is what? M1. So final velocity final velocity which is V1 minus mass same M1, then initial velocity U1 divided by time. Okay, this is the force exerted by A on B. Now force exerted by B on A. Force exerted by B on A. That is what? Same way. So M2 V2 minus M2 U2, which is initial velocity, okay, divided by T. Okay, now the force is equal to rate of change of momentum here also. So M1 V1 minus M1 U1 by time. Here M2 V2 minus M2 U2 by time. So from third law of motion, which is Newton's third law of motion, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? This is equal and opposite. FAB which is equal and opposite, right? So FBA. Now we are going to write the equation again. So M1 V1 minus M1 U1 divided by T, which is equal to minus, using third law of Newton's third law of motion. Okay, so now next M2 V2 minus M2 U2 divided by T. Okay, here we can cancel the T, right? You are equating, and again M1 V1 minus M1 U1 equal to minus M2 V2, and this minus and minus become plus M2 U2. Okay, and again this is the final velocity of the object A, and this is the final velocity of object B. Okay, this is the final velocity of object A, and this is the final velocity of object B. So M1 V1, taking this here, okay, plus M2 V2, which is equal to, and this term will go that side, which is equal to M2 U2 plus M1 U1. Okay, which means this is V, okay, V1 V2. Okay, the momentum after collision, which is equal to momentum before collision, mass into velocity, which is nothing but momentum. So which means the law of conservation of momentum is proved. Momentum after collision, which is equal to momentum before collision. Okay, here one more thing you have to be careful. Law of conservation of momentum, അതായത് ആക്ക സംരക്ഷണ നിയമം എന്ന് പറയുന്നത് എപ്പോഴാണ് പ്രൂവ് ചെയ്യുക? അതായത് ഒരു ബാഹ്യബലം ഉണ്ടാവരുത്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൻ്റെ മുകളിൽ ഉണ്ടാവരുത്, ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ ആക്ട് ചെയ്യരുത്. ഓക്കെ, ആ കേസിൽ ബിഫോർ കൊളീഷനുള്ള മൊമെൻറ്റും ആഫ്റ്റർ കൊളീഷനുള്ള മൊമെൻറ്റും ഈക്വൽ ആയിരിക്കും, റൈറ്റ്? സോ M1 V1 plus M2 V2, which is equal to M2 U2 plus M1 U1. Okay. So this is law of conservation of momentum. Okay. Now the last topic of this chapter, which is nothing but circular motion or vartula chalanam. Okay. Circular motion, vartula chalanam. സർക്കുലർ മോഷൻ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള മൂവ്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളല്ലേ. സർക്കുലർ മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തായിരിക്കും. ഒരു സർക്കുലർ ഷേപ്പിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? ഒരു ഒബ്ജക്റ്റ് സർക്കുലർ ഷേപ്പിൽ മൂവ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് പറയാം? സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം. ഓക്കെ,
here I can ഒരു ഒബ്ജക്റ്റ് ഇതൊരു സർക്കുലർ പാത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വിച്ച് ഈസ് ഇൻ എ സർക്കുലർ മോഷൻ. ഇതൊരു ഒബ്ജക്റ്റ് തന്നെയാണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായിരിക്കും ഇതിൻ്റെ റേഡിയസ് വിൽ ബി r. Radius is r and the object is moving along or following along a circular path. Now uniform circular motion which is nothing but എന്താ ഈക്വൽ ഏരിയയിൽ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ഏരിയ ആണ് ആ ഒബ്ജക്റ്റ് കവർ ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ ഏരിയ ആണ് അത് കവർ ചെയ്യുന്നതെങ്കിൽ എന്ത് പറയാം, ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതൊരു സമവർത്തുള ചലനമാണ്, യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയാം. ഓക്കെ, കൃത്യമായ ഇടവേളകളിൽ ഈക്വൽ ഇൻ്റർവെൽസിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യുന്നതെങ്കിൽ ഇൻ എ സർക്കുലർ പാത്ത്, ദെൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, നൗ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സർക്കുലർ മോഷൻ എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഒരു കയറിൻ്റെ അറ്റത്ത് കല്ല് കെട്ടിയിട്ട് ഇങ്ങനെ കറക്കുവാണെന്ന് വിചാരിക്കാം, അതൊരു സർക്കുലർ പാത്തായിരിക്കും. അതിനുള്ള ഫോഴ്സ് എവിടെ നിന്നായിരിക്കും ഉണ്ടാവുക, ആ സർക്കുലർ പാത്തിന് ഫോഴ്സ് എവിടെ നിന്നായിരിക്കും ഉണ്ടാവുക, എക്സ്റ്റേണൽ ഫോഴ്സ് എവിടെ നിന്നായിരിക്കും ഉണ്ടാവുക, ഒരു ഫാൻ കറങ്ങുന്നത്, ആ ഫാനിനുള്ള എക്സ്റ്റേണൽ ഫോഴ്സ്, ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഒരു സർക്കുലർ പാത്തിൻ്റെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, സെൻറ്ററിൽ നിന്നായിരിക്കും അല്ലേ. സെൻറ്ററിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുക, അതിൻ്റെ ഫോഴ്സ് സർക്കുലർ പാത്തിനുള്ള ഫോഴ്സ് പോകുന്നത് സെൻറ്ററിൽ നിന്നായിരിക്കും. ഈ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, സെൻട്രിപിറ്റൽ ഫോഴ്സ്. ഓക്കെ, സെൻട്രിപിറ്റൽ ഫോഴ്സ്, അഭികേന്ദ്ര ബലം എന്ന് പറയാം. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫോഴ്സ് എവിടെ നിന്നായിരിക്കും, അതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് എക്സേർട്ടഡ് ഫ്രം ദ സെൻറ്റർ അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്നായിരിക്കും എക്സേർട്ട് ചെയ്യുക. അപ്പം അതിന് നമുക്ക് എന്ത് പറയാം, വിച്ച് ഈസ് നോൺ ആസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഓർ അഭികേന്ദ്ര ബലം. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, ഒരു സർക്കുലർ പാത്തിലൂടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു, യൂണിഫോം സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്യുക. ഒരു യൂണിഫോം സർക്കുലർ മോഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഓരോ പോയിന്റിലും അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സർക്കുലർ പാത്തിൽ ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഇൻ എവറി പോയിന്റ് ഡയറക്ഷൻ ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ചേഞ്ചസ്, റൈറ്റ്. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് എന്തിനനുസരിച്ചായിരിക്കും, ഈ പോയിന്റിലെ ടാൻജൻ്റ് ആയിട്ടായിരിക്കും, അതായത് ഇതിൻ്റെ തൊടുവരയായിട്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ടാൻജൻ്റ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഈ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് പറയാം, അവിടെ എന്തുണ്ടാകും, ഒരു ആക്സിലറേഷൻ ഉണ്ടാകും, റൈറ്റ്. ഈ ആക്സിലറേഷൻ എങ്ങോട്ടായിരിക്കും, ദ ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ എ സർക്കുലർ മോഷൻ എലോങ് ദ റേഡിയസ്. റേഡിയസിൻ്റെ ഡയറക്ഷനിലായിരിക്കും, അതായത് ഇൻവേർഡ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, ആക്സിലറേഷൻ ഉണ്ടാവുക. ഓക്കെ, വെലോസിറ്റി വിച്ച് മീൻസ് യൂണിഫോം സർക്കുലർ മോഷനിൽ വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകും, ആക്സിലറേഷൻ ഉണ്ടാകും. ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇൻവേർഡ് ആയിരിക്കും. ഈ ആക്സിലറേഷൻ സെൻട്രിപിറ്റൽ ആക്സിലറേഷനെ നമ്മൾ പറയുക അന്വാര ത്വരണം എന്ന് പറയും. ഓക്കെ, അന്വാര ത്വരണം, അതായത് വർത്തുള ചലനത്തിലുള്ള വസ്തുവിനെ ആരത്തിലൂടെ കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണെന്ത്, അന്വാര ത്വരണം. ആൻഡ് ഈ അന്വാര ത്വരണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നമ്മൾ നേരത്തെ പറയുന്ന സെൻട്രിപിറ്റൽ ഫോഴ്സ് കാരണം, അഭികേന്ദ്ര ബലം കാരണമാണ് എന്തുണ്ടാകുന്നത്, ഈ അന്വാര ത്വരണം ഉണ്ടാകുന്നത്, റൈറ്റ്. ക്ലിയർ അല്ലേ. ആൻഡ് ദർ ഇസ് വൺ മോർ ഇക്വേഷൻ ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ, സെൻട്രിപിറ്റൽ ഫോഴ്സ് വിച്ച് ഈസ് ഡിനോട്ടഡ് ആസ് FC. Okay, FC which is equal to mass into velocity square divided by radius. This is you have to remember. Centripetal force or Abhigendra balam which is equal to mass into velocity square divided by radius r. Okay, clear. That's it. That's all about this chapter. Now just learning this chapter it's not enough. അതായത് ഈ ചാപ്റ്റർ വെറുതെ പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് എക്സാം പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റണമെന്നില്ല, ഇങ്ങനെ ജസ്റ്റ് തിയറി പഠിച്ചുകൊണ്ട് മാത്രം. വി ഹാവ് ടു സോൾവ് സം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു സോൾവ് സം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദിസ് ചാപ്റ്റർ, റൈറ്റ്? സോ the first question,
A car of 1000 kg moves with a velocity 20 meter per second. On applying brakes, it come rest in 10 seconds. Then what is the rate of change of momentum? ഓക്കെ 1000 കിലോഗ്രാം മാസ്സുള്ളൊരു കാർ 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. ബ്രേക്ക് പ്രവർത്തിപ്പിച്ച് 10 സെക്കൻഡ് കൊണ്ട് അത് നിശ്ചലമാകുന്നു എങ്കിൽ കാറിൻ്റെ ആക്ക വ്യത്യാസ നിരക്ക് കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡാറ്റാസ് നമ്മൾ ആദ്യം എടുത്ത് എഴുതാം. വാട്ട് ആർ ദ ഡാറ്റാസ് ഗിവൺ? തന്ന ഡാറ്റാസ് എന്തൊക്കെയാ? മാസ് തന്നിട്ടുണ്ട്. സോ മാസ് ഇസ് ഈക്വൽ ടു 1000 kg. ബേസിക് യൂണിറ്റ്സ് തന്നെയാണ് തന്നിട്ടുള്ളത്. സോ വി ഡോണ്ട് നീഡ് ടു കൺവേർട്ട്. നൗ വെലോസിറ്റി, ഹിയർ വി ക്യാൻ സേ ഇതെന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ദിസ് 20 meter per second വിച്ച് ഇസ് നത്തിങ് ബട്ട് ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്ലൈയിങ് ബ്രേക്ക് ഇറ്റ് കം റെസ്റ്റ്. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 20 meter per second. 20 meter per second ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്രേക്ക് അപ്ലൈ ചെയ്തപ്പം എന്ത് സംഭവിച്ചു? ഒബ്ജക്റ്റ് നിന്നു. വിച്ച് മീൻസ് അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, വിച്ച് മീൻസ് initial velocity that is 20 meter per second and the final velocity which is 0. So we can denote it as v which is equal to 20 meter per second. ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 20 meter per second ആയിരിക്കും. അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് 0 ആയിരിക്കും. റൈറ്റ്, നൗ ഇൻ 10 seconds അത് റെസ്റ്റിലേക്ക് വന്നത് എത്രയാണ്? ഈ ഡ്യൂറേഷൻ എത്രയാണ്? 10 seconds ആണ്. സോ t is equal to 10 seconds. What we have to find? The rate of change of momentum. ആക്ക വ്യത്യാസ നിരക്ക് കാണാം. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഇനീഷ്യൽ മൊമെൻറ്റം, ഫൈനൽ മൊമെൻറ്റം. ആദ്യാക്കും അവസാനാക്കും അന്ത്യാക്കും കണ്ടിരിക്കണം. റൈറ്റ്, സോ ഹിയർ ഇവിടെ ഉണ്ടാകുന്ന പിയും കാണണം, ഇവിടുത്തെ പിയും കാണണം. ഓക്കെ, സോ So here we are going to do initial momentum. Initial momentum. What is the mass? Mass is 1000 kg. So mass is m into v. So mass is 1000. So 1000 into what is the velocity? 20 meter per second. So what we'll get? We will get 20,000, right? 20,000. And what is the unit? Kilogram meter per second. This is the unit of momentum, right? And now final momentum. Final momentum is nothing but final momentum. Final momentum, which is also mass into velocity. Mass is same only 1000, but velocity at rest, what is the velocity? Which is 0. So this will become 0. So the final momentum andya akam nu parayunnathu 0 ആയിരിക്കും. Now we have to find the rate of change of momentum. Okay, we can do step by step. So rate of change of momentum. Rate of change momentum, which is equal to minus initial momentum by time. Okay, so what we can write? What is the final momentum, which is 0, and what is the initial momentum, which is 20,000 divided by the time. Time is nothing but 10. Okay, 10. So what we will get? You will get minus 20, not 20, minus 2000 kilogram meter per second. This is the rate of change of momentum. Clear? There is no doubt, I hope. So our second question. Okay. Two objects with masses 100 gram, 200 gram each moves in a straight line in the same direction with velocities of 2 meter per second and 1 meter per second, and they collide. After collision, the velocity of the first object decreases to 1.67 meter per second. What will be the velocity of second object?
So this is actually quite straightforward question. Actually 100 gram 200 gram വീതം മാസ്സുള്ള രണ്ട് വസ്തുക്കൾ ഒരേ ദിശയിൽ നേർരേഖയിൽ സഞ്ചരിക്കുന്നു. ഓക്കെ, അവയുടെ പ്രവേഗം 100 ഗ്രാമിൻ്റേത് 2 മീറ്റർ പെർ സെക്കൻഡും 200 ഗ്രാമിൻ്റേത് 1 മീറ്റർ പെർ സെക്കൻഡുമാണ്. After these two masses collide, after collision what happened? ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ, അതായത് 100 gram മാസ് ഉള്ളതിൻ്റെ വെലോസിറ്റി 1.67 ആയിട്ട് മാറുന്നു. 2 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 1.67 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കുറയുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇസ് 200 ഗ്രാമിൻ്റേത് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 1 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. സോ ആഫ്റ്റർ കൊളീഷൻ 200 ഗ്രാമിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. Okay, so we are going to write it down all the datas. So m1 which is equal to 100 gram. So here this is in gram, so we have to convert it into kilogram. What we have to do? 100 divided by 1000, so which we will get 0.1 kilogram, so which is equal to m1. Okay, now m2 is nothing but 200 gram. Same way, so 200 gram, which means 200 divided by 1000, so we will get 0.2 kilogram. That is m2. Okay, now the initial velocity u1 which is 2 meter per second, and u2, that is initial velocity of the object mass with m2. Okay, that u2 which is equal to 1 meter per second. Then again final velocity of the first object, that is v1 which is equal to 1.67 meter per second. So we have to find out v2. Okay, v2 we have to find out. What we can do? We know that the conservation of momentum is before collision which is equal to momentum, or momentum before collision which is equal to momentum after collision. So the equation is m1 v1 plus m2 v2 which is equal to m1 u1 plus m2 u2. Just substitute. Okay, what is m1? m1 is 0.1 into v1 is 1.67 plus m2 is 0.2, then v2 is how much? v2 we have to find out. So then which is equal to m1 again 0.1 into u1 is 2 plus m2 is 0.2, then u2 is 1. Okay, so 0.1 into 2 plus 0.2 into 1, which we will get 0.4, right? And 0.1 into 1.67, which we will get 0.167, right? So we are going to write 0.167 plus 0.2 v2 which is equal to 0.4. Now we have to rearrange this. Okay, this will go to this side. So what we'll get? 0.4 minus 0.167, right, which is equal to 0.2 v2, right? 0.4 minus 0.167 we will get 0.233, which is equal to 0.2 v2. From this v2 which is equal to 0.233 divided by 0.2. Okay, so while doing this we will get v2 which is equal to 1.165 meter per second. So the final velocity of the second object, which is nothing but 1.165 meter per second, right? So hope it's clear, right? What we have done, we just converted the mass into kilogram, then we know the initial velocities of two objects
and the final velocities of one object, we have to find out the final velocity of the other object. So using the equation from conservation, law of conservation, so we just rearranged it and we found out the value for second velocity, right? Now, velocity time graph of a moving object with mass 2 kg is given. Okay, this is the velocity time graph, pravega samaya graph. Okay, 2 kg mass ulla or object inde pravega samaya graph aanu thannichullathu. So find the momentum of object at 4th second. Right, 4th second le 4 second le idinu undayittulla momentum kaanam. And the B question is, what is the acceleration of the object during the first 4 seconds? ആദ്യത്തെ 4 സെക്കൻഡിൽ അതിനുണ്ടായിട്ടുള്ള acceleration കാണണം. Then calculate the force applied. D question is, find out the displacement of the object during 6 seconds. We can do one by one. Okay, first A question. So here A question. Find the momentum of the object at 4th second. 4th second. Here we have to find out the momentum. What is the equation for momentum? P is equal to mass into velocity. Mass is already given, which is 2, and the velocity corresponding 4th second, which is 2. So, which is nothing but 4 kilogram meter per second. So first is done. B question. What is the acceleration of the object during first 4 seconds? ആദ്യത്തെ 4 സെക്കൻഡിൽ ഇതിനുണ്ടായിട്ടുള്ള ത്വരണം കണ്ടുപിടിക്കണം. Okay, we have to find out the acceleration. So what is the equation for acceleration? Change in velocity by time, right? So we can write v minus u by t2 minus t1. So what is v? V is how much? Final velocity, which is 2. And initial velocity, we can take it as 0. Then T2. T2 is 4. And T1 is initial, which is 0. So from this, just substitute. What is V? V is equal to 2 minus 0 divided by 4 minus 0. 2 by 4. Which is nothing but 1 by 2, which is nothing but 0.5 meter per second square. So the answer is 0.5 meter per second square, right, which is equal to acceleration. And the first 4 kilogram meter per second, right. Now the third question, calculate the force applied. So we have to find out the force. Okay, force we have to find out. What is the equation for force? Mass into acceleration, right? Mass is already given. How much? 2. And acceleration is 0.5. 0.5. That we'll get 1 Newton force is applied. So this is 1 Newton force is applied. Force is equal to 1. Now the D question, find out the displacement of the object during 6 seconds. So this is actually from the second chapter, I guess, equation of motion. Okay, equation of motion il ningal padichittunde endu എങ്ങനെയാണ് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നതെന്ന്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 6 സെക്കൻഡിൽ ഫ്രം ഹിയർ ടു ഇവിടം തൊട്ട് ഇവിടം വരെ 6 സെക്കൻഡ്സിലുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടത്. അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ഏരിയ, റൈറ്റ്? അപ്പോൾ ഇവിടെ എന്താണ്? സോ ദ ഏരിയ ഇസ് ദിസ് മച്ച്. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് എ ട്രയാങ്കിൾ, റൈറ്റ്? Right, that is a triangle. What is the area of a triangle? Nothing but half BH, base into height. What is the base? This is the base, right? And this is the height. So we can write directly, right? So the D question, so our D question, D is equal to area of triangle is equal to half BH. Half base is equal to 6 because this is time axis till 6. Okay, 6 into
height is how much? Height is 2. So 12 by 2, which is 6 meter. This is the displacement. Or this is the displacement of the object during 6 seconds. How much? That is nothing but 6 meter. Clear? So we are going to do our next question. A force produces an acceleration of 0.5 meter per second in a body of mass 3 kilogram. If the same force acts on a body of mass 1.5 kilogram, what will be the acceleration? 3 കിലോഗ്രാം മാസ്സുള്ള ഒരു വസ്തുവിൽ ഒരു ബലം പ്രയോഗിച്ചപ്പോൾ ഉണ്ടായ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതേ ബലം വിച്ച് മീൻസ് ഇവിടെ ആദ്യത്തെ ബോഡിയിൽ അപ്ലൈ ചെയ്ത സെയിം ഫോഴ്സ് ആണ് നെക്സ്റ്റ് ബോഡിയിലും അപ്ലൈ ചെയ്യുന്നത്. 1.5 kg മാസ്സുള്ള മറ്റൊരു ഒബ്ജക്റ്റിൽ കൊടുക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് കാണേണ്ടത്. സോ ഫസ്റ്റ് ഐ എം ടേക്കിംഗ് m1 which is equal to 3 kilogram. Okay. And the acceleration I'm taking a1 which is equal to 0.5 meter per second square. And m2 I'm taking not 3, that is 1.5 kg. So we have to find out the acceleration. So here actually to understand the question, this is the 3 kilogram. This is the 3 kilogram body and this is the 1.5, right? So the force acting on this, if this is F1 and this is F2, in question it's specifying that F1 which is equal to F2, F1 which is equal to F2. So using this massum acceleration തന്നിട്ടുണ്ട്. മാസ്സും ആക്സിലറേഷനും തന്നാൽ പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്? ഫോഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. Newton's second law. From Newton's second law, F is equal to mass into acceleration. Mass is equal to 3. So here it is in kilogram, so you don't need to convert. And which is 0.5. So how much you'll get? Which is nothing but 1.5 Newton. Right. The force is 1.5 Newton. So F1 is equal to F2. So we can write F1 which is equal to F2 which is equal to 1.5 Newton. So now we can easily find out the acceleration of 1.5 kilogram mass. Okay. So M2 is 1.5. Acceleration we have to find out. So F is equal to ma. So how can we find out acceleration? Acceleration is equal to F by m. Right. So force is 1.5 Newton and mass is 1.5 Newton, which is mass is 1.5 kg. Okay, so which is nothing but 1 meter per second square. This is the acceleration. Clear? Here the next question. A force of 0.6 Newton on a particle increases its velocity from 5 meter per second to 6 meter per second in 2 seconds. Find the mass of the particle. ഒരു വസ്തുവിൽ 0.6 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പം 2 സെക്കൻഡ് കൊണ്ട് അതിൻ്റെ വെലോസിറ്റി എത്ര ചേഞ്ച് ചെയ്യുന്നു? 5 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 6 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. സോ ആ ഒബ്ജക്റ്റിൻ്റെ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്. സോ write down F is equal to 0.6 Newton. And velocity, this is the initial velocity, this is the final velocity. Okay, so U is equal to 5 meter per second square and V is equal to 6 meter per second square and T is equal to 2 seconds. So there is no need of any kind of conversion. So how we can find out the mass? We know that F is equal to ma, so m is equal to F by a. Right. So here we have to find out the acceleration first. What is the equation for acceleration? V minus u by t. V minus u by t, which is 6 minus 5 by 2,
This is the acceleration. 1 by 2, which is equal to 0.5 meter per second square. This is the acceleration. Now we have to find the mass. Mass is nothing but force by acceleration. Force is already given, which is 0.6 by 0.6. Sorry, 0.5. So how can we do this? Multiply with 10. So we will get 60 by 50, which is nothing but 1.2 kilogram. Okay, so the mass is 1.2 kilogram. Clear? So the next, an object with mass 500 gram moves in a circular path with radius 1 meter. Velocity of the object is given by 2 meter per second. Find out the centripetal force. 500 gram mass ഉള്ള ഒരു വസ്തു 2 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ 1 മീറ്റർ ആരമുള്ള ഒരു വൃത്തപാതയിൽ സഞ്ചരിക്കാൻ ആവശ്യമായ അഭികേന്ദ്ര ബലം എത്ര? സെൻട്രിപിറ്റൽ ഫോഴ്സ്. ക്ലിയർലി എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. സെൻട്രിപിറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ് അല്ലേ? Fc which is equal to mv square by r. Right, here what is m? Mass is equal to 500 gram. Then velocity v is equal to 2 meter per second. Radius r is equal to 1 meter. But you have to be careful here. 500 gram, convert it. 500 divided by 1000, how much you'll get? 0.5 kilogram. Then substitute. So Fc, which is equal to mass is 0.5 into V is 2, so 2 square divided by 1. Okay, when doing this, 0.5 into 4 divided by 1, we will get how much? Which is 2. Okay, 2 what? This is force, centripetal force, so 2 Newton. Okay, so we can write S is equal to 2 Newton. Clear? Then the last question. M1 and M2 are the masses of two bodies. When a force of 5 Newton is applied on each body, M1 get an acceleration of 10 meter per second square and M2 is 20 meter per second square. If the two bodies are tied together and the same force is applied, find the acceleration of combined system. No worries. രണ്ട് വസ്തുക്കളുടെ മാസ് M1 M2. ഓക്കെ, മാസ് എന്ന് പറയുന്നത് M1 M2 and they didn't give the mass. ഓക്കെ, അപ്പം ആ വസ്തുക്കളുടെ മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം ഉണ്ടായ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും. അതായത് M1ൻ്റെ മുകളിൽ കിട്ടിയ ആക്സിലറേഷൻ A1 എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. റൈറ്റ്, ആൻഡ് M2 which is A2ൻ്റെ മുകളിൽ കിട്ടിയ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, സോ what else? If the two bodies are tied together and the same force is applied, find the acceleration of combined system. Okay, ഈ രണ്ട് ബോഡീസും അതായത് M1ഉം M2ഉം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മാസ് കിട്ടുമല്ലോ. അതിൻ്റെ മുകളിൽ ഇതിൽ അപ്ലൈ ചെയ്ത സെയിം, അതായത് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ ആണ്. അപ്പം M1ഉം M2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മാസിൻ്റെ മുകളിൽ സെയിം 5 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആക്സിലറേഷൻ അഥവാ ത്വരണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട്. റൈറ്റ്, സോ force is there, acceleration is there. How to find the mass? Using Newton's second law of equation or second law, we can write F is equal to ma. So from this, mass is nothing but F by a. Here force is how much? 5, and acceleration is how much? For A1, which is 10. So how much you'll get? 1 by 2, which is equal to 0.5 kilogram. Right? Then, so M1 we got.
I'm writing here m1 is equal to 0.5 kilogram. Okay, now we have to find out the m2 same way. m2 which is equal to force by acceleration of this, which means a2. So here we can write a1, okay, which is equal to force is 5 divided by 20, which is nothing but 1 by 4, right, which is equal to 0.25 kilogram. Okay, so the m2 is 0.25 kilogram. m2 is equal to 0.25 kilogram. Now the main thing, what is adding this or tied together? m1 and m2 is tied together. So what we can do? Adding this, which means m1 plus m2, which is equal to 0.5 plus 0.25, which is nothing but 0.75. 0.75 kilogram. Now we have to apply the same force 5 Newton on this mass. So we have to find out how much the acceleration. നമുക്ക് കിട്ടുന്ന അതായത് 0.75 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. സോ ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് ബൈ മാസ്. ഓക്കെ, ഫോഴ്സ് ഇസ് 5 Newton. So which is divided by 0.75. Okay, 75 kilogram. When we're doing this, how much we'll get? We'll get 6.66 etc. So this is acceleration, so we can write meter per second square. Okay, right, just multiply with 100 here also, then 500 divided by 75 will get 6.66 meter per second square. That is the acceleration. Clear? So we actually completed almost all kinds of questions. സോ നമ്മളിവിടെ ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്ത് കഴിഞ്ഞു, എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും, റൈറ്റ്. അതായത് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ, സെൻട്രിപിറ്റൽ ഫോഴ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു, ഫോഴ്സ് വെച്ചിട്ട് മാസ് കാണാനുള്ളതും ആക്സിലറേഷൻ കാണാനുള്ളതും ഒക്കെ ചെയ്തു അല്ലേ. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളും ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. സോ താങ്ക് യു.